ഇനി കുറച്ച് മണിക്കൂർ കൊണ്ടേ ഉള്ളൂ ഫ്ലൈറ്റ് കയറാനായിട്ട്. അപ്പോൾ ഒരു വലിയ നല്ല ചൂടുമുണ്ട് എനിക്കിവിടെ. അപ്പോൾ ദേ നമുക്ക് എന്തൊക്കെയാണ് റെഡി ആയെന്നൊന്ന് നോക്കാം. പപ്പ പൂരി മേടിക്കാൻ പോയി. അപ്പോൾ ഇന്നലെ ചോദിച്ചു നിനക്ക് എന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ ഇച്ചിരി പൂരി കഴിച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു എന്നാൽ പൂരി മേടിക്കാം, ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകണ്ട. പിന്നെ ഞാൻ യൂഷ്വലി ഇവിടെ നിന്ന് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അതായത് മാങ്ങ ഇവിടെ നിന്ന് ഒത്തിരി കൊണ്ടുവന്നിട്ട് അരിഞ്ഞ് ഫ്രീസറിൽ വയ്ക്കും. എന്നിട്ട് കറി വയ്ക്കാൻ നേരത്തെ ഓരോ പാക്കറ്റായിട്ട് എടുക്കും. മാങ്ങ, പാവയ്ക്ക, പയറ്, കായ, ചേന ഇതെല്ലാം കയറ്റും ഇവിടെ നിന്ന് കേട്ടോ. അപ്പം നമുക്ക് എന്നാണ് റെഡി ആയേ നോക്കാം കേട്ടോ. മുടി ഇട്ടിട്ട് തന്നെ ഇടയ്ക്ക് മുടി പോയി കുറച്ച് ഷോർട്ടാക്കി. ഇനിയിപ്പോൾ അവിടെ വിൻ്ററും കൂടിയല്ലേ, അങ്ങ് വളർന്നോളും. ഇനി അടുത്തണ്ണോട് വരുമ്പോഴേക്കും കട്ട് ചെയ്യാനാവുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞാൻ അവിടെ ഓടേണ്ടി വരും കട്ട് ചെയ്യാനായിട്ട്. വീട്ടിലെ സ്ഥലം പൈനാപ്പിൾ കൃഷിക്ക് പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേബി എന്നോട് പറഞ്ഞു തിരിച്ചു വരുമ്പോൾ അമ്മ എനിക്ക് 2-3 പൈനാപ്പിൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മമ്മി അമ്പാടി ഇത് മതിയായിരിക്കും തോന്നുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു 8-9 മണിക്കൂറോളം ഫ്ലൈറ്റിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അന്നേരം കൊണ്ട് കുറച്ച് വഴുക്കുമായിരിക്കും. ഓക്കെ. അപ്പം എത്ര എണ്ണം പറഞ്ഞത്? 3 പറഞ്ഞേക്കുന്നത്. അതിനകത്ത് വേറെ ഇച്ചിരി കൂടി പഴുത്തുണ്ടോ ഏട്ടാ? അതെ. പൈനാപ്പിളൊക്കെ മേടിച്ച് വെച്ചപ്പോഴേക്കും പപ്പ അവിടെ പൂരി മേടിച്ചിട്ട് വന്നു. അപ്പോൾ പപ്പയും മമ്മിയും പൂരിയും കറിയെല്ലാം കഴിച്ചു തുടങ്ങി. ഞാനിതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരു പ്ലേറ്റ് നിറച്ച് കാച്ചിലും അതുപോലെ തന്നെ എന്താണെന്ന് എനിക്കറിയത്തില്ല, ചെറിയ കിഴങ്ങോ എന്തൊക്കെയോ, അതായത് മണ്ണിൻ്റെ അടിയിൽ വളരുന്ന എല്ലാ സാധനവും എനിക്കിഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ പൂരിയുടെ കൂടെ ഞാൻ ഇച്ചിരി ചേനയും അതുപോലെ തന്നെ കാച്ചിലും ആട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പപ്പയും മമ്മിയും ഞാനും കൂടെ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകാം. ലാസ്റ്റ് ഡേ അല്ലേ. പപ്പയുടെ മുഖം കണ്ടോ, വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കും പപ്പയുടെ മുഖം ഭയങ്കര സങ്കടപ്പെട്ടെ. നാട്ടിൽ വന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഡ്രൈവ് ചെയ്യാനാണ്. ആദ്യത്തെ ഒരു 2 ദിവസം ഭയങ്കര ഒരു പാടാണ്. പിന്നെ നമ്മൾ നാട്ടിലെ അതേ ട്രാഫിക്കിൻ്റെ ആ ടോണിൽ തന്നെ നമ്മൾ ശരിയായി വരും എന്നുള്ളതാണ്. ഞങ്ങളിതാ പിന്നെ കുറച്ച് സ്വർണ്ണക്കടയിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പപ്പ പൈനാപ്പിളെല്ലാം ശരിയാക്കി തരുവാണ്. അപ്പോൾ ഈ ഹോളിഡേയിൽ ഞാൻ തന്നെയാണ് വന്നത്. ജിജോ മക്കളൊക്കെ UK തന്നെയാണ്. സോ പപ്പയും അമ്മയും കൂടെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. പാക്ക് ചെയ്യാനും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ അടുപ്പിച്ച് തരാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ജിജോ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയെ ചക്ക കൊണ്ടോ മാങ്ങ ഉണ്ട് അത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതാ തേങ്ങ കൊണ്ടുവരാം, നമുക്ക് ബീഫിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കാമെന്ന്. അവിടെ കിട്ടാനിട്ടൊന്നല്ല, എന്നാലും കെട്ടിയോള് തന്നെ ഹോളിഡേക്ക് വരുമ്പോൾ അങ്ങനെ സുഖിക്കില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പറയുന്നതാണ്, കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്. ചൂടാക്കി തണുത്ത് കഴിയുമ്പോൾ പതുക്കെ ഇങ്ങനെ മുട്ടിയ ചിരട്ട വിട്ട് പോരും. ഇളകി പോരും. അടുത്തായിട്ട് നമ്മൾ തലയിൽ തേക്കാനുള്ള എണ്ണ പാക്ക് ചെയ്യുക കേട്ടോ. അതായത് ദന്തപ്പാല വീട്ടിലുണ്ട്. ദന്തപ്പാലയുടെ ഇല ഈ എണ്ണയിലിട്ട് വെയിലത്ത് വെച്ച് ചൂടാക്കിയതാണിത്. അതിൻ്റെ കളറ് ഒരു പർപ്പിൾ കളറാവും. ഇതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് ആ പർപ്പിൾ കളറിന് കുറച്ചുകൂടി ഒരു വ്യത്യാസമുണ്ട്. അത് താരൻ പോവാനും മുടി കൊഴിച്ചിൽ മാറാനും എല്ലാം ഒത്തിരി നല്ല എണ്ണയാണ് കേട്ടോ അത്. ഇപ്പോഴാണ് ഇത് അവിടെ വേറൊരു സാധനം ഇരിക്കുന്നുണ്ട്. ഇതിന് നിങ്ങളൊക്കെ എന്താ പറയണതെന്ന് എനിക്കറിയത്തില്ല. അതായത് ഞാൻ പറയുന്നത് പൊങ്ങ് എന്നാണ്. അതായത് ഈ തേങ്ങ പൊതിച്ച് കഴിയുമ്പോൾ കുറേ നാളായിട്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മുളച്ച് വരുന്നൊരു സാധനമില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കാനായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്.
അടുത്തതായിട്ട് ഞാൻ കടത്താൻ വെച്ചേക്കുന്ന സാധനമാണ് ചീരയില. അതായത് ഈ അമ്മമാർക്ക് മക്കളെ എത്ര തിരിച്ചാലും എന്താ പറയുക, മതിയാവില്ല എന്ന് പറയാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇബിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ കുറച്ച് ഇലയൊക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അപ്പൂനോട്, അതെൻ്റെ മൂത്ത മോനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവനെ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബീഫും കുറച്ച് പോർക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ബീഫ് ഞങ്ങൾ ഒരു സ്ഥലത്ത് പറഞ്ഞ് ഏൽപ്പിച്ചു, അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നു. പിന്നെ പോർക്ക് ഇതാ മമ്മിയുടെ ഹാൻഡ് മെയ്ഡാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ പാക്കിങ് എങ്ങും ആയിത്തിട്ടില്ല കേട്ടോ. പെട്ടികളെല്ലാം നിരന്നെടുക്കുന്നു. അതിന് ചുറ്റും കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം അടുപ്പിച്ചത് അവിടെ ഇരിക്കുന്നു. പെട്ടിയിൽ വെക്കും ഇറക്കും തൂക്കും മാറ്റും, ഇതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എൻ്റെ പണി എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിനി മൊബൈൽ മാറ്റി വെച്ചേ പറ്റൂ, വ്ളോഗ് നിർത്തിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും നേരെ ചൊവ്വേ നടക്കത്തില്ല. സോ അതിനിടയ്ക്ക് നല്ല സൂപ്പറായിട്ടുള്ളൊരു മഴയും കിട്ടിയിട്ടു. അങ്ങനെ മഴയും ആസ്വദിക്കാൻ പറ്റി. സോ ഫൈനലി ഞാൻ അതിന് ശേഷം എയർപോർട്ടിൽ എത്തിയിട്ട് വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ളോഗ്.